കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പച്ചക്കറി ചെടികളൊക്കെ ഈ മഴക്കാലത്ത് എങ്ങനെ സംരക്ഷിച്ചു നിർത്താം എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തന്നേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൃഷി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മഴ തുടങ്ങിയപ്പോൾ തന്നെ പച്ചക്കറി ചെടികളെല്ലാം ചുവട്ടിൽ നിന്ന് വെള്ളം കുത്തി വീണിട്ട് ചുവട്ടിലെ മണ്ണെല്ലാം ഒഴുകി പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചുവട്ടിലേക്ക് മണ്ണെല്ലാം ഒന്ന് കൂട്ടി വയ്ക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ പയർ കുറച്ച് ഗ്രോ ബാഗിലും ചാക്കിലൊക്കെ ആയിട്ട് നട്ടിരുന്നതാണ്. പയർ കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം ഒന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് മുളപ്പിച്ച് വെച്ചിരിക്കുന്ന തൈകളൊക്കെ നട്ടു കൊടുക്കണം. പിന്നെ നമുക്ക് തൈ നടാൻ വേണ്ടിയിട്ട് പിന്നെ ഗ്രോ ബാഗിലൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും ഇത് കുറച്ച് ചകിരിച്ചോറ് ചാണകപ്പൊടിയൊക്കെ കൂടെ മിക്സ് ചെയ്തതാണ്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഗ്രോ ബാഗിൽ തൈ നട്ട ഗ്രോ ബാഗുണ്ട്. അപ്പോൾ അതിലിട്ട് കൊടുത്തു. നമ്മുടെ കാന്താരി ചെടി പിന്നെ തക്കാളി, വെണ്ട അതൊക്കെ ഗ്രോ ബാഗിലും ഒക്കെ ആയിട്ട് നിന്നിരുന്നേ. അതിനകത്തൊക്കെ ചകിരിച്ചോറ് ചാണകപ്പൊടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല കീടത്തിൻ്റെ ഉപദ്രവമാണ്. അപ്പം നമ്മൾ എല്ലാ ദിവസവും തന്നെ ജൈവ കീടനാശിനി തളിച്ചു കൊടുക്കണം. പക്ഷെ നമ്മുടെ പാവൽ കംപ്ലീറ്റ് പോയി കേട്ടോ. മുഞ്ഞയുടെ ഉപദ്രവം കാരണം ഇപ്പോൾ 2 ദിവസം ഇത് തളിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് പാവലെല്ലാം പോയി. ഇത് നമ്മൾ ചെടിക്കൊക്കെ താങ്ങ് കൊടുക്കണം, ഇല്ലെങ്കിൽ കാറ്റത്തൊക്കെ ചെടിയെല്ലാം മറിഞ്ഞു പോകും. അപ്പം നന്നായിട്ട് താങ്ങ് കൊടുക്കണം. നമ്മൾ പയർ നട്ട ചട്ടിയിലേക്ക് ചാക്കിലേക്കൊക്കെ കുറച്ച് ചകിരിച്ചോറ് ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടിട്ട് പാകി കളിപ്പിച്ച തൈയൊക്കെ നട്ടു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ പയർ ചെടിയാണ്. പയറിൽ ഉറുമ്പിൻ്റെ ഉപദ്രവമൊക്കെ ഉണ്ടായിരുന്നു. ഇലയൊക്കെ കുറേശ്ശെ പോയിട്ടുണ്ട്. കുറച്ച് ചാണകപ്പൊടിയാണ് പയറിൻ്റെ എല്ലാം ചുവട്ടിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് ജൈവവളം ഉണ്ടാക്കി വെച്ചത് പിന്നെ കോഴിവളം അതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മുടെ വെണ്ട ഇത്ര ആയിട്ടുണ്ട്. വെണ്ടയ്ക്ക് ഈ സമയത്ത് അധികം കീടത്തിൻ്റെ ഉപദ്രവം കാണാറില്ല. മഴക്കാലത്ത് വെണ്ടയ്ക്കായൊക്കെ നന്നായിട്ടുണ്ടാകും. പിന്നെ നമുക്ക് മഴക്കാലത്ത് പച്ചമുളക് നന്നായിട്ടുണ്ടാകും. ഇതിപ്പോൾ ഒരാഴ്ച ഞാൻ പച്ചമുളക് എല്ലാം പറിച്ചെടുത്തിരുന്നതാണ്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പിന്നെയും പോയിട്ടു പച്ചമുളക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പച്ചമുളകിന് മഴക്കാലത്ത് അധികം കീടത്തിൻ്റെ ഉപദ്രവമൊന്നും കാണാറില്ല. വെള്ളിച്ചയുടെ ശല്യമൊന്നും അധികമായിട്ട് കാണാറില്ല. അപ്പോൾ പച്ചമുളക് മഴക്കാലത്ത് നന്നായിട്ടുണ്ടാകും. തൈയൊക്കെ മുളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറിച്ചൊക്കെ നടാം. പിന്നെ വഴുതന ഇത് 2ാം ഘട്ടം പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് മറ്റേ നീല വഴുതനയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.